അങ്ങനെ നമ്മളിപ്പോൾ എത്തിയ സ്ഥലമാണ് പംതിക്കോട്ട് ശിവ സ്റ്റാച്യു. ഇത് നേപ്പാളിലെ പൊക്രയിലെ കാശിക് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഒരു ജില്ലയിൽ ആണ് ഈ ഒരു പംതിക്കോട്ട് ശിവ സ്റ്റാച്യു ഉള്ളത്. ഇത് ആക്ച്വലി ഈ പൊക്രയിലുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ്. ഈ ഹിൽ സ്റ്റേഷന് മുകളിലാണ് ഈ ശിവ സ്റ്റാച്യു നിർമ്മിച്ചേക്കുന്നത്. ഇതിൻ്റെ പണിയൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, മൊത്തം കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ ശിവ സ്റ്റാച്യുവിനോട് അടുത്തൊരു പാർക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പാർക്കിൻ്റെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ. ഈ ശിവ സ്റ്റാച്യു ഇപ്പം 2021 കംപ്ലീറ്റ് ചെയ്തത്. നമ്മൾ മുകളിലെത്തി കഴിയുമ്പം ഈ ഹിൽ സ്റ്റേഷൻ ടോപ്പിലെത്തി കഴിയുമ്പോണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ കാണാൻ. കാരണം ഹിമാലയമാണ്, നല്ല തണുത്ത കാറ്റ് കിട്ടും. ഈ ഹിൽ സ്റ്റേഷന് മുകളിലാണ് ഈ ശിവ സ്റ്റാച്യു. വളരെ മനോഹരമാണ് കാണാൻ വേണ്ടി. മൊത്തത്തിൽ 108 അടി പൊക്കത്തിലാണ് ഈ ശിവ സ്റ്റാച്യു നിർമ്മിച്ചിരിക്കുന്നത്. ശിവ സ്റ്റാച്യുവിന് 108 അടി പൊക്കമൊന്നുമില്ല, പക്ഷേ സ്റ്റാച്യുവിന് 51 അടി പൊക്കമുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഈ ഫൗണ്ടേഷനും ബേസ് എല്ലാം കൂടെ ഒരു 57 അടിയുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു 108 അടി പൊക്കത്തിലാണ് ഈ ശിവ സ്റ്റാച്യു നിർമ്മിച്ചേക്കുന്നത്. ഈ ശിവ സ്റ്റാച്യുവിന് ചുറ്റും 108 ശിവലിംഗം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും കൂടെ മൊത്തത്തിൽ 108 ശിവലിംഗമുണ്ട്. ഇത് അന്നപൂർണ ക്യാമ്പിനടുത്തുള്ളൊരു ഹിൽ സ്റ്റേഷനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ശിവ സ്റ്റാച്യുവിന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അന്നപൂർണ ക്യാമ്പൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതിന് ഉള്ളിൽ കയറാൻ വേണ്ടി നമുക്ക് ടിക്കറ്റൊന്നും എടുക്കണ്ട, നേരെ ഉള്ളിലേക്ക് പ്രവേശനമുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ കയറി വരുമ്പോഴേ അവിടെ ഒരു ഫൗണ്ടൈനുണ്ട്. ആ ഒരു ശിവലിംഗത്തിലേക്ക് വെള്ളം വീഴുന്നൊരു ഫൗണ്ടൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് നേരെ മുകളിലാണ് ഈ ശിവ സ്റ്റാച്യു ഉള്ളത്. മൊത്തത്തിൽ 2 നിലയുള്ളൊരു ബിൽഡിങ്. ഒന്നാമത്തെ നില ഗ്രൗണ്ട് ഫ്ലോറാണ്, പിന്നെ രണ്ടാമത്തെ നിലയിലേക്ക് നമുക്ക് സ്റ്റെപ്പ് കയറി വരാം. പൊക്രയിലെ ഇപ്പോൾ വരുന്ന സഞ്ചാരികളെല്ലാം ഇവിടെ വരാറുണ്ട് കേട്ടോ. ഇവിടെ ആരും മിസ് ചെയ്യാറില്ല. പൊക്രയിൽ നിന്ന് ഇവിടെ നിന്ന് കയറി വരുന്നവരെ നല്ല വെയിലും ചൂടൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടല്ലോ നല്ല തണുത്ത കാറ്റാണ്. ഇത് നമ്മൾ ഒരു ഹിൽ സ്റ്റേഷനാണ്, ഹിമാലയത്തിന് മുകളിലാണ്. ഈ ശിവ സ്റ്റാച്യു എന്ന് പറഞ്ഞാൽ നേപ്പാളിലുള്ള സെക്കൻഡ് ലാർജസ്റ്റ് ഹയസ്റ്റ് ശിവ സ്റ്റാച്യു ആണ്. ഏതായാലും നമ്മളൊന്ന് വട്ടം കറങ്ങി ഇനി നേരെ വന്ന് ഇതിൻ്റെ താഴത്തെ നിലയല്ല, ഈ ഒന്നാമത്തെ നിലയിൽ ഇതിനുള്ളിലേക്ക് തന്നെ സംഭവം നോക്കാൻ വേണ്ടി കയറിയതാണ്. ഇത് ഉള്ളിൽ വലിയ സംഭവമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഹോള്. അവിടെ ആൾക്കാർക്ക് ഇരുന്ന് ധ്യാനം ചെയ്യാൻ വേണ്ടിയൊക്കെ ഇരുന്ന് വിശ്രമിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെയുള്ളൊരു സ്ഥലം. പ്രത്യേകിച്ചൊന്നും അവിടെ കാണാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല കൂളാണ് കേട്ടോ. കാരണം ടൈൽസ്, പിന്നെ ഈ ഹിമാലയം എന്നാ പറയട്ടെ ഹിൽ സ്റ്റേഷനൊക്കെ ആണ്ട് നല്ല തണുത്ത കാറ്റും കൂളായിട്ടുള്ള സ്ഥലം കേട്ടോ. അങ്ങനെ ഒന്നാമത്തെ നല്ല കാഴ്ച കണ്ട് നേരെ നമ്മൾ താഴേക്ക് ഇറങ്ങി. ഇനി ഈ താഴത്തെ ഫ്ലോറിൽ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ അത് ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. അത് ഇതേപോലെ ഒന്ന് വട്ടം കറങ്ങാൻ നമുക്ക്, പക്ഷേ ഈ ഉള്ളിൽ ഇത് ലോക്ക് ചെയ്തിട്ടേക്കുവാണ്. ഉള്ളിലത്തെ സംഭവം ഒന്നും കൃത്യമായിട്ട് കാണാനും പറ്റില്ല. കാരണം വെച്ചാൽ അതൊരു ഗ്ലാസ് ഇടിച്ച് മറിച്ചേക്കുവാണ്. ഏതായാലും അതിലൊന്ന് വട്ടം കറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നേരെ ഫ്രണ്ടിൽ തന്നെ എത്തി. നേപ്പാളിൽ ഒത്തിരി സഞ്ചാരികൾ വരുന്ന സ്ഥലം കേട്ടോ ഈ പൊക്ര വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ വരാറുമുണ്ട്. കാരണം നല്ലൊരു ഹിൽ സ്റ്റേഷനാണ്. ഇവിടുത്തെ വേറൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ശിവ സ്റ്റാച്യു നേരെ ഓപ്പോസിറ്റ് ഒരു പശുവിൻ്റെ സ്വർണ്ണ കളർ കൊണ്ടുണ്ടാക്കിയ ഒരു പശുവിൻ്റെ ഒരു പ്രതിമയുണ്ട് കേട്ടോ. അങ്ങനെ മുകളിലത്തെ കാഴ്ചയും കണ്ട് നേരെ താഴേക്ക് ഇറങ്ങി. ഇനി താഴെ ബസ് നിർത്തിയിട്ടേക്ക് നേരത്തേക്ക് നടക്കാമെന്ന് വെച്ചു. ഈ ഹിൽ സ്റ്റേഷനിൽ തന്നെ വേറെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ട്. ഇനി നമ്മൾ പോകുന്ന അങ്ങോട്ടാണ്. അത് നേരെ മുന്നിൽ കാണുന്ന ഒരു ശാന്തി സ്തൂപ എന്നതാണ്, അതായത് വേൾഡ് പീസ് പഗോഡ. അത് ഈ ഹിൽ സ്റ്റേഷനിൽ തന്നെയാണുള്ളത്. അപ്പം നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളൊരു 5 മിനിറ്റ് ബസ് ഇറങ്ങിയിട്ട് നടന്നാണ് കയറി വന്നത്. അതുകൊണ്ട് താഴേക്ക് നല്ല ഇച്ചിരി ഇറക്കമുണ്ട്. കാറും ബൈക്കെല്ലാം കയറി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ അവരുടെ നല്ല കുത്തിനുള്ള ഇറക്കം ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നം, നല്ല വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വെച്ചു കേട്ടോ. ജ്യൂസ് कैसे ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസിന് 30 രൂപ. ഇതിലവിടുത്തെ 2 ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് കുടിച്ച് കറച്ചതേ പോലെ വെയിലും ചൂടുമായിരുന്നു. പിന്നെ നേരെ താഴേക്ക് നടന്നു. നല്ല പൊടിയാണ് പണി നടക്കുന്നതിൻ്റെ പേരിൽ. ഇവിടെയാണ് നമ്മുടെ ബസ്സെല്ലാം പാർക്ക് ചെയ്തേക്കുന്നത്. ഇനി ഇവിടുന്ന് ബസ്സിൽ കയറി അടുത്ത സ്ഥലത്തേക്ക്. ഇവിടെ നമ്മൾ പോകുന്നത് അടുത്ത് നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്കാണ്, അതായത് വേൾഡ് പീസ് പഗോഡ. പക്ഷേ ഇവിടുന്ന് ബസ്സിൽ കയറിയപ്പോൾ നല്ലൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു.
നമ്മുടെ രൂപവും ലുക്കെല്ലാം കണ്ടാടായിരിക്കാം കുറച്ച് പേര് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ത്യ, കേരള. അന്നേരം നമ്മുടെ അടുത്തിരുന്നൊരു പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരനും മലയാളിയാണ്. അപ്പോൾ പിന്നെ ആ ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി നമ്മൾ പോകുന്നത് വേൾഡ് പീസ് പഗോഡയിലേക്ക്.